ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ ജസ്റ്റ് പറഞ്ഞിരുന്നു പൈ നെറ്റ്വർക്കിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പൈ നെറ്റ്വർക്കിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താ വെച്ചാൽ ജസ്റ്റ് വേണമെങ്കിൽ വിഡ്രോൻ്റെ കാര്യങ്ങളൊക്കെ വിഡ്രോ വന്നിട്ടില്ല, വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ക്രിപ്റ്റോപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവിടെ ഫ്രണ്ട്സ് അവിടെ ഗ്രൂപ്പിൽ ജസ്റ്റ് ചോദിച്ചാൽ ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ തന്നെ റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നില്ല, പൈ നെറ്റ്വർക്കിനെ കുറിച്ച് ഫുള്ളായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരുപാട് ടൈം എടുക്കും. ഓക്കെ, ഏകദേശം നല്ല അടിപൊളി അതിൻ്റെ ബാക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഞാൻ ജസ്റ്റ് എന്താണ് പൈനെ കുറിച്ച് എന്തൊക്കെ അറിയണം, ഒരു പേഴ്സൺ പൈനെ കുറിച്ച് എന്തൊക്കെ അറിയണം എന്നുള്ള ഒരാളിപ്പോൾ ചോദിക്കണം പൈ നെറ്റ്വർക്ക് എന്താ ചോദിക്കണം, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ പൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മൈനിങ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ആളുകൾ എന്ത് ചെയ്യണമായിരുന്നു, പൈ നെറ്റ്വർക്കിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് പൈ നെറ്റ്വർക്ക് ഇൻസ്റ്റാൾ ചെയ്തോളൂ, മൈനിങ് ചെയ്തോളൂ, ഫ്യൂച്ചറിലൊരു ഉപകാരം ഉണ്ടാകുന്നു. അപ്പോൾ ഇപ്പോഴാണ് ജസ്റ്റ് ചെറിയൊരു പൊടിതട്ടുള്ള അപ്ഡേഷൻ വന്നത്. അപ്പോൾ ഒരുപാട് പേര് എന്ത് ചെയ്തു, പൈ നെറ്റ്വർക്ക് വീണ്ടും ഇൻസ്റ്റാളൊക്കെ ചെയ്ത് പഴയ അക്കൗണ്ടൊക്കെ തപ്പി നടന്ന് ശരിയാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു മൈനിങ് ആപ്ലിക്കേഷനാണ് ഇത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ റഫർ നല്ല ചെയ്യണം. റഫർ ഒരു 1, 2, 3 റഫറൊക്കെ ചെയ്തതിന് എന്ത് ചെയ്യും, നമ്മുടെ മൈനിങ്ങിൻ്റെ പവർ കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, പൈ നെറ്റ്വർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, പൈ കോയിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. ഫ്യൂച്ചറിൽ അതൊരു ലിസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ട്രേഡ് ചെയ്തിട്ട് വിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, മൈൻ ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിന് ബാക്ക് ഹിസ്റ്റോറിക്കലൊക്കെ വേണമെന്നതിൽ പൈ നെറ്റ്വർക്ക് എങ്ങനെ വന്നു അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകുന്നത് എന്ത് ചെയ്യാം, പൈ നെറ്റ്വർക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, പൈ നെറ്റ്വർക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ രണ്ടിലും ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഫേസ്ബുക്കുമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ലോഗിൻ ചെയ്യാം. ഓക്കെ, രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മുമ്പ് ഒരു അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ഫോൺ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഏതെങ്കിലും ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നേരെ വരുന്നത് ഇങ്ങനെ ഇൻ്റർഫേസിലായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങളൊരു ആക്സസ് ഒന്ന് അലോ ചെയ്യാൻ പറയും, അത് അലോ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇൻ്റർഫേസ്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം എന്ത് ചെയ്യേണ്ടത് 11.95390 പൈ കോയിൻസ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇതിൻ്റെ മൈനിങ് പവർ ഇവിടെ ഉണ്ട് 0.02 പൈ പെർ അവറാണ്. അത് അവറിൽ 0.02 പൈ ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ്. ഇതിന് മുകളിലൊരു 3 ലൈൻ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഹോം ഉണ്ട്, മെയിൻ നെറ്റ് ഉണ്ട്, PI ബ്രൗസർ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണ്ടത് എന്താ വെച്ചാൽ മെയിൻ നെറ്റ് നിങ്ങൾക്ക് വേണം, PI ബ്രൗസർ നിങ്ങൾക്ക് വേണം, അതുപോലെ തന്നെ റഫറൽ ടീം. ഈ 3 കാര്യം നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അതിൽ ഫസ്റ്റത്തെ മെയിൻ നെറ്റ് നമുക്ക് കാണാം. മെയിൻ നെറ്റ് പറഞ്ഞാൽ ഇങ്ങനെ 3 ഘട്ടമായിട്ട് നമ്മുടെ ബാലൻസിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അൺവെരിഫൈഡ് ബാലൻസ്, ട്രാൻസ്ഫറബിൾ ബാലൻസ്, മൈഗ്രേറ്റഡ് ടു വാലറ്റ്. എന്താണ് അൺവെരിഫൈഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ, അൺവെരിഫൈഡ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെഫറൻസ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലിങ്ക് വഴി മറ്റുള്ളവർ കയറിയിട്ട് അതിൻ്റെ ഏണിങ്സ് ആണ് 3.13 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ റഫറൽ ടീംസ് നമുക്ക് വേണ്ടി ഏൺ ചെയ്തതാണ്, നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ ലിങ്ക് യൂസ് ചെയ്തിട്ട് അവർ ഏൺ ചെയ്ത എമൗണ്ടാണ്. ഏൺ ചെയ്തതിൻ്റെ എമൗണ്ടിന് ഒരു 3% നമുക്ക് കിട്ടിയിട്ടാണ് 3.1307 പൈ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അൺവെരിഫൈഡ് ബാലൻസ്. ഇത് എപ്പോഴാണ് നമുക്ക് കിട്ടുക, അവരെന്ത് ചെയ്യണം, അവർ KYC കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അവർ KYC കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബാലൻസ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ട്രാൻസ്ഫറബിൾ ബാലൻസ് ടു മൈനറ്റ്. ഇതാണ് നമ്മുടെ അക്കൗണ്ട്. ഞാൻ മൈൻ ചെയ്തെടുത്തത് 8.823
36 പൈ കോയിൻസാണ് ഞാൻ ഏൺ ചെയ്തത്. ഇതെനിക്കിത് എപ്പോഴാണ് ചെയ്യാൻ പറ്റുക? ഇതെനിക്ക് വിഡ്രോ ചെയ്യണമെന്ന് എന്ത് വേണം? KYC വെരിഫൈ ചെയ്യണം. ഓക്കെ. മൂന്നാമത്തതാണ് മൈഗ്രേറ്റഡ്. നമുക്ക് വേണം എന്ത് ചെയ്യാം? മൈഗ്രേറ്റ് ചെയ്യുക. ഓക്കെ. ഇനി ഉള്ളത് ഇതിലാണിത് മെയിൻ ചെക്ക് ലിസ്റ്റ്. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഈ ലൈൻ ഉണ്ടല്ലോ, ഇത്രയും കാര്യങ്ങൾ ഈ 4 സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? KYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് അത് മെയിനായിട്ട് എടുക്കുക. അപ്പോൾ തന്നെ ഡൗൺലോഡ് PI ബ്രൗസർ അതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നേരെ എന്ത് ചെയ്യും? നമ്മുടെ സൈൻ ഇൻ ടു PI ബ്രൗസറിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. നേരെ നമ്മൾ എന്ത് ചെയ്യും? ക്രോമിൽ പോകും. ക്രോം ക്ലിക്ക് ചെയ്യുക. ക്രോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ത് പറ്റും? നമ്മൾ ഡൗൺലോഡ് ചെയ്യും. അപ്പം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വരും. ഓക്കെ. അപ്പോൾ നമ്മൾ ലിങ്ക് ചെയ്യാം. ഓക്കെ. നമ്മൾ PI ബ്രൗസർ, നമ്മുടെ PIൻ്റെ ബ്രൗസർ ഏകദേശം 34 MB ഉണ്ട്. ഓക്കെ. ഇതാണ് PI ബ്രൗസറിൻ്റെ ഇൻ്റർഫേസ്. ഓക്കെ. ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ നമ്മുടെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് പോലെയുള്ളൊരു വാലറ്റാണിത്. ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റിന് കീ ഫ്രേസസ് ഇല്ലേ, അതുപോലെ തന്നെ ഇതിനും കീ ഫ്രേസസ് ഉണ്ട്. എവിടെയെങ്കിലും എഴുതി വെക്കുക, മസ്റ്റായിട്ട് എഴുതി വെക്കുക. അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലാണെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ മാറ്റി വെക്കാം. ഓക്കെ. ഇവിടെ വാലറ്റ് പൈ എന്നുണ്ടാവും. ഓക്കെ. വാലറ്റ് പൈ എന്നുള്ള അവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെ ഫ്രൈസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഫ്രൈസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? അത് ആ പാസ് ഫ്രേസ് എന്ത് ചെയ്യണം? റെഡി ആക്കണം. ഓക്കെ. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ ഫ്രേസസ് എന്ത് ചെയ്യാം? ജനറേറ്റിംഗ് വാലറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. എന്നൊരു എന്താ വെച്ചാൽ ഫേസ് ഐഡി എന്താ വെച്ചാൽ ഒരു ജസ്റ്റ് സെക്യൂരിറ്റി വെക്കുക. അതിനുശേഷം ഇങ്ങനെ വരും ടെസ്റ്റ് നെറ്റ്, PI ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ഇവിടെയാണ് നമുക്കിപ്പോൾ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് എന്ത് സെൻഡും ട്രാൻസ്ഫറൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുവരായിട്ട് എന്ത് ചെയ്യില്ല, പൈ ലിസ്റ്റ് ആയിട്ടില്ല. ഓക്കെ. ഓക്കെ. അപ്പോൾ പൈ ഇതുവരെ എന്ത് ചെയ്തില്ല, ലിസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഒരുപാട് പേരുടെ കയ്യിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പൈ കോയിൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചൈനയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പൈ കോയിൻസ് ബൾക്കായിട്ട് വാങ്ങിയിട്ട് ആൾക്കാർക്ക് വെക്കുന്നുണ്ട് ചെറിയ വിലക്ക്. ഓക്കെ. ഏകദേശം ഇപ്പോൾ ഒരു പൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.04 ആണ്. ഓക്കെ. $0.04 ഒന്നിൻ്റെ വാല്യൂ എന്ന് പറയും. ഓക്കെ. ഒരു പൈ കോയിൻ്റെ വാല്യൂ. ഓക്കെ. അങ്ങനെ പറയുന്നുണ്ട്. $0.04 അങ്ങനെ എന്തോ ആണ് അതിൻ്റെ വാല്യൂ. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാണ്? അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ബയേഴ്സ് വാങ്ങിയതിന് ശേഷം അവരെന്ത് ചെയ്യും? കുറച്ചും കൂടി വില കൂട്ടിയിട്ട് എന്ത് ചെയ്യും? വെക്കുകയാണ്. ഇതാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെയായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈ കോയിൻസ് വാങ്ങാൻ പറ്റും. ഓക്കെ. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാം. ഓക്കെ. ബൈ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യും? കോൺടാക്ട് ചെയ്താൽ മതി. നല്ലൊരു പ്രൈസ്, എനിക്ക് യോജിച്ച പ്രൈസ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ബൈ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇൻ്റർഫേസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരാൾക്ക് നിങ്ങളുടെ പൈ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ സെൻഡ് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ റിസീവ് എന്നുള്ള കൊടുത്തിട്ട് ഈ അഡ്രസ്സ് എന്ത് ചെയ്യുക? കോപ്പി ചെയ്തിട്ട് അയാൾക്ക് അയച്ചു കൊടുക്കുകയാണത് വേണ്ടത്. ഓക്കെ. ഇതാണ് ഇവിടെ ഉള്ള കാര്യം. ഓക്കെ. ഇനി അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നമുക്കിപ്പോൾ ഫസ്റ്റത്തേൽ ഇപ്പോൾ എന്ത് ചെയ്യും? ഇത് ഒരു പച്ചട്ടിക്ക് ഇതേപോലെ. രണ്ടാമത്തേലും വരും എന്തൊക്കെ? നമ്മൾ PI വാലറ്റ് ക്രിയേറ്റ് ചെയ്തില്ലേ, അതുകൊണ്ടാവും ക്ലിക്ക് വരും. കൺഫേം ചെയ്തില്ലേ, ഒരു PI വാലറ്റ് ക്ലിക്ക് ചെയ്താൽ എന്താ ചോദിക്കാരോ? നമ്മുടെ ഫ്രൈസസാണ് ചോദിക്കുക. ആ 12 ഫ്രൈസസ് ചോദിക്കും. ആ 12 ഫ്രൈസസ് അതേപോലെ ഇപ്പോൾ സോപ്പ് എന്നാണെങ്കിൽ ഒരു സ്പേസ് ഇവിടെ അടുത്തത് ഒരു സ്പേസിൽ എന്ത് ചെയ്യണം? ഓരോ വേർഡ്സിന് പയർ വേർഡ്സിൻ്റെ ഇടയിൽ ഒരു സ്പേസ് മസ്റ്റാണ്. ഒറ്റ സ്പേസ്, 2 സ്പേസ് ആവരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കീ ഫ്രേസ് സെറ്റും ഒരു സ്പേസിന് ഇതിൽ കൊടുക്കാം. ഓക്കെ. പിന്നെ കൺഫേം യുവർ വാലറ്റ്, കമ്മിറ്റ് ബാക്ക് മൈഗ്രേഷൻ കോൺഫിഗറേഷൻ. ഇത് കമ്മിറ്റ് ലോക്കപ്പ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേക്കിങ് പോലെ. നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു വീക്കിൽ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇന്ന പെർസെൻറ്റേജ് നമുക്ക് അധികം എന്തെങ്കിലും കിട്ടും. ജസ്റ്റ് സ്റ്റേക്കിങ്ങിൻ്റെ പോലെ തന്നെ. ഓക്കെ. പിന്നെയാണ് സബ്മിറ്റ് KYC ആപ്ലിക്കേഷൻ. ഈ സംഭവം എന്താ വെച്ചാൽ KYC ഇപ്പോൾ എനിക്ക് ടൈം ആയിട്ടില്ല. അപ്പോൾ നമ്മൾ KYC ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു നമ്മുടെ PI ബ്രൗസർ, ഇതാണ് ഇപ്പോൾ PI ബ്രൗസർ. ഓക്കെ. PI ബ്രൗസറിൽ ചെന്ന് അവിടെ ഉണ്ടാവും KYC.PI എന്നുണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയും നിങ്ങൾക്ക് ഇപ്പോൾ KYC അപ്രൂവ് ചെയ്യാനുള്ള നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എലിജിബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ
അവരാണോ സോറി വി ഹാവ് റീച്ച് ദ കറണ്ട് അവർ ഇപ്പോൾ അവർ പി എൻ്റെ ടീം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അല്ലെങ്കിൽ ഒരു ഒരാഴ്ചക്ക് 100 ആൾക്കാരെ KYC മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ ലിമിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ടൈം പീരീഡ് അവർ വെക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആപ്ലിക്കേഷൻ അവർ സ്വീകരിക്കും. ഓക്കെ, അവർ നമുക്ക് എന്ത് ചെയ്യും, ഒന്നെങ്കിൽ മെയിലിൽ വരും, അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് വരും, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൽ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇതേപോലെ ഇടയ്ക്കും ചെക്ക് ചെയ്ത് തന്നെ നമുക്ക് എന്ത് പറ്റും, ഉണ്ടോ അപ്പോൾ ഇവിടെ കാണിക്കും സോറി വി ഹാവ് റീച്ച്ഡ് ദ കറണ്ട് പാർട്ടിസിപ്പേഷൻ ലിമിറ്റ്. അപ്പോൾ ആ ലിമിറ്റ് എത്തിയത് മാത്രമാണ് നമ്മുടെ KYC അവരെന്ത് ചെയ്യാൻ സ്വീകരിക്കാത്തത്. ഓക്കെ, KYC സ്വീകരിക്കുക നമ്മൾ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, ആ ലിമിറ്റ് അവർ കുറച്ച് ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം അവർ പുതുതായി ഇറക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റും. ഇപ്പോൾ ഒരുപാട് പേര് KYC അപ്രൂവ് ചെയ്തിട്ട് കോയിൻസ് സെല്ല് ചെയ്യേണ്ടത് നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് സെല്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഒരുപാട് പേരുടെ KYC അപ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഇവിടെയുള്ള സംഭവം. ഓക്കെ, ഇനി കുറച്ച് ബാക്കോട്ട് അടിച്ചിട്ട് ഇനിയിപ്പോൾ എന്താണ് ഇതിൽ കാര്യമായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി ഇവിടെ റഫറൽ ടീമാണ്. റഫറൽ ടീം എന്താണ് സംഭവം? ഓക്കെ, ഞാനൊരാളെ ഇൻവൈറ്റ് ചെയ്തിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ഇത് എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, യു ഹാവ് ഇൻവൈറ്റഡ് 02 യുവർ റഫറൽ ടീം ഹാസ് 1 മെമ്പർ ഉണ്ട്, പക്ഷേ അയാൾ ഇവിടെ ആക്റ്റീവ് അല്ല. ഓക്കെ, അവിടെ കാണിക്കും ആൾ ആക്റ്റീവ് ആണോ ആക്റ്റീവ് അല്ലേ എന്നൊക്കെ നമുക്ക് ഇതിന് പറ്റും കാണാം. ഓക്കെ, ഇതാണ് ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം 0.02 പെർ അവറിൽ. അപ്പം നിങ്ങൾ ഡെയിലി ഒരു വട്ടം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പൈൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കന്നെ വേണം. ഓക്കെ, 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിൻ്റെ പൈൻ്റെ എന്ത് കുറയും, പൈ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തവണയെങ്കിലും, അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിന് മൈനിങ് സ്റ്റോപ്പ് ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ മാനുവലായിട്ട് തന്നെ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ദിവസം ഒരു വട്ടെങ്കിലും ജസ്റ്റ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്ത് മൈനിങ് സ്റ്റാർട്ട് ചെയ്ത് പോവുക. ഓക്കെ, ഇത് ഫ്യൂച്ചറിൽ നല്ലൊരു പ്രൈസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഏണിങ്സ് ഇപ്പോൾ ഈ കോയിൻസ് നമുക്ക് തരും. ഓക്കെ, നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇനി നിങ്ങളോട് പറയേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ, ആർക്കെങ്കിലും ബിനാൻസ് ഫ്യൂച്ചർ ട്രേഡിനെ കുറിച്ച് സിഗ്നൽസ് തരണമെന്നുണ്ടെങ്കിൽ, ബിനാൻസിലല്ല ഫ്യൂച്ചർ ട്രേഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു 90% അക്യുറേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽസ് അവർ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ നല്ലൊരു ഗ്രൂപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനൊരു ടീമിൻ്റെ കോൺടാക്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് അവർ പറയുന്നത് മന്ത്ലി 800 രൂപയാണ് അവർ പറയുന്നത്. ഓക്കെ, മന്ത്ലി 800 രൂപയാണ്. അപ്പോൾ അവർ ചൂസ് ചെയ്ത് നിൽക്കുന്നത് വാട്സപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് വാട്സപ്പ്, എല്ലാവരും ടെലഗ്രാമല്ലേ ഈ സിഗ്നൽസിനൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ടെലഗ്രാം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് പേര് എന്ത് ചെയ്യും, ഫേക്ക് ആവും, ടെലഗ്രാമൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഫേക്ക് മെമ്പേഴ്സ് ആവും എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നുണ്ട്. വാട്സപ്പ് ആക്കിയത് എന്താണെന്ന് വെച്ചാലും അത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്യും, നമുക്ക് ട്രസ്റ്റ് ആവുന്നത്. കാരണം എന്താ വെച്ചാൽ അതിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാണ്, ഇതേപോലെ നല്ല ക്യാഷ് കൊടുത്ത് നല്ല ഏണിങ്സ് ഉണ്ടാക്കുന്നത്. അവർ പറയുന്നത് ഏകദേശം മന്ത്ലി ഞങ്ങളുടെ ഒരു മെമ്പർ ഉണ്ടാക്കുന്നത് ഏകദേശം 21,000-25,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, മന്ത്ലി ഫ്യൂച്ചർ ട്രേഡിങ്ങിലൂടെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കറക്റ്റ് അവരെന്ത് ചെയ്യുന്നുണ്ട്, സിഗ്നൽസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനതിൻ്റെ സിഗ്നൽസ് കാര്യങ്ങളൊക്കെ പഠിച്ച ഒരു വ്യക്തിയാണ് മൂപ്പർ. ഓക്കെ, അപ്പം നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ ഈ താഴെ ഒരു നമ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചർ ട്രേഡിന് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മൈനിങ്ങിന്, ഓക്കെ, അഥവാ മൈനിങ്ങിന് ബൈ സെൽ ഓർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യുക. ആരെങ്കിലും പൈക്കോയിൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, എൻ്റെ ആ നമ്പറിലും സെയിം നമ്പർ തന്നെ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ബൈ.